രോഗങ്ങൾ തടയുന്നതിനായി പൂർവികർ പകർന്നുതന്ന യോഗമാർഗം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഗോളതലത്തിൽ പങ്കുവച്ചിരിക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. മുംബൈയിൽ യോഗ പരിപാടിയിൽ പങ്കെടുത്ത ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ഐക്യരാഷ്ട്രസഭ 10 വർഷം മുൻപ് അന്താരാഷ്ട്ര യോഗദിനം അംഗീകരിച്ചപ്പോൾ 2 കോടി ആളുകൾ 1 ലക്ഷത്തിലധികം ഇടങ്ങളിൽ ഒരേ സമയം യോഗ പരിശീലിക്കുമെന്ന് കരുതിയിട്ടുണ്ടാവില്ലെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. 7, 6, 5, 4 लगाओगे, आंखों को बंद ही रखना है, सांस पर ध्यान लगाओगे, सांस ले रहे हो, छोड़ रहे हैं। 11 वर्ष पहले 10 वर्ष पहले जब 2015 में ये अंतर्राष्ट्रीय योग दिवस के रूप में यूनाइटेड नेशंस ने मंजूरी दी थी, तब शायद ही किसको कल्पना होगी कि 2 करोड़ लोग 1 लाख अलग अलग स्थानों पे विश्व भर में एक ही साथ एक ही दिन योग कभी करेंगे. और माननीय प्रधानमंत्री नरेंद्र मोदी जी के दूरदर्शिता देखिए, ये हमारी पुरातन की, हमारी संस्कृति की देन है. वेलनेस, फिट रहने के लिए प्रिवेंटिव मेडिसिन, जिससे बीमारियों के बाद तो इलाज एलोपैथिक वगैरह कर लेता है, लेकिन बीमारी नहीं हो, ये सोच हमारे पूर्वजों की थी, हमारे योगियों की थी. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ഇന്നലെ 10 ലക്ഷത്തിലധികം സ്ഥലങ്ങളിൽ യോഗ ദിനാചരണം സംഘടിപ്പിച്ചുവെന്നും 1 കോടിയിലധികം ആളുകൾ ഈ പരിപാടികളിൽ പങ്കെടുത്തുവെന്നും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. IOC ഗ്ലോബൽ ക്യാമ്പയിനായ ലെറ്റ്സ് മൂവിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രത്യേക ഒളിമ്പിക് ഡേ റണ്ണിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന്റെ ഭാഗമായി യോഗാസന ഫെഡറേഷൻ ഫിറ്റ് ഇന്ത്യ മൂവ്മെന്റുമായി ചേർന്ന് 6000 സ്ഥലങ്ങളിൽ സൈക്ലിംഗ് സംഘടിപ്പിച്ചുവെന്നും മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു.